ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. എനിക്കറിയാം കോൺട്രവേഴ്സി ആവും, ഉറപ്പാണ്. ഇത് ചാനൽ ഇറ്റ്സ് മീ സൈമൺ, യൂട്യൂബ് ചാനൽ സൈമൺ വർഗീസ്, ഫേസ്ബുക്ക് സൈമൺ വർഗീസ്, ഇൻസ്റ്റഗ്രാം ട്രിപ്ലക്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുക കേട്ടോ. ഈ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 3-4 വർഷമായിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബറാണ്. പക്ഷേ ഞാനൊരു ഇതുവരെ മോണിറ്റൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണം, അതിന് പേപ്പർ മോണിറ്റൈസേഷൻ ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ധാരാളം ഇതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേ ഒട്ടനവധി പേർക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളത് തുടരുന്നതല്ലേ. ഇപ്പോൾ ഇടയ്ക്ക് മറിക്ക് 1-2 പേരല്ലേ 3-4 പേര് എതിർക്കും. അത് നമ്മൾ പുറകോട്ട് പോകുമോ? ഇല്ലല്ലോ, നമ്മൾ മുമ്പോട്ട് തന്നെ പോവാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പം കോൺട്രവേഴ്സി ആവുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് 2 ദിവസമായിട്ട് നമ്മുടെ ടി വിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു യുവ നേതാവുണ്ട്. ഞാനിതിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിങ്ങനെ കേട്ടത്, കണ്ടില്ല. പിന്നെ ഞാനത് സീരിയസ് ആയിട്ട് കേട്ടു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയേ. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരു സുന്ദരി കുട്ടി വന്ന് നമ്മുടെ ജനങ്ങളുടെ മധ്യത്തെ ജീവിച്ചിരുന്ന ഒരു നേതാവിനെ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ മന്ത്രിമാരെ വാരി അലക്കിയത് നിങ്ങളറിയാമല്ലോ. ഇപ്പം എന്താ സ്ഥിതി? ഈ കക്ഷി ഇപ്പോൾ ഒതുങ്ങി എവിടെയോ ഉണ്ട്, രോഗമൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് ചിന്തിച്ചോ? ഈ കക്ഷി പറയുമ്പോൾ അതിന് കൊടുക്കേണ്ട വില എന്താണെന്ന്, ആ കൃഷിയുടെ തൊഴിലെന്താണെന്ന് നമ്മളാരും ചിന്തിച്ചില്ല. അന്ന് ആ പാവം പിടിച്ച മനുഷ്യൻ അവസാനം രോഗിയായി. ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ രോഗിയാക്കണമെങ്കിൽ എന്ത് പാടുപെട്ടിട്ടുണ്ട് ഈ കക്ഷി അല്ലേ. അതിനുശേഷം അതേ നമ്പർ തിരിച്ചു ഇറക്കി. അത് കഴിഞ്ഞ് വന്ന മുഖ്യമന്ത്രിക്കെതിരെ ബൈബിൾ സ്വർണം, കുന്തംകുളം സ്വർണം ഞാൻ അവിടെ കണ്ടു ഇവിടെ കാണുന്ന പറഞ്ഞൊരു ഇതുപോലെ തന്നെ ഒരു കുട്ടി വന്നു. ആ കുട്ടി എന്തായിരുന്നു, ഞാൻ എന്നും പത്രം ഇന്ന് സി എമ്മിനെ അറസ്റ്റ് ചെയ്യുന്നു ഒത്തിരി കാത്തിരുന്നു. വേറെ പടിയൊന്നുമില്ല, നമ്മുടെ പത്രക്കാരതിൻ്റെ പുറകെ നടക്കുക. ഈ 2 കാര്യങ്ങൾ ഓരോ ഇലക്ഷൻ വരുമ്പം ഓരോ കഴിഞ്ഞ 2 പ്രാവശ്യവും 2 സുന്ദരി കുട്ടികൾ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വന്നെങ്കിൽ ഇപ്രാവശ്യം മേന്മയേറിയ അതുപോലെ തന്നെയുള്ളൊരു മറ്റു സമുദായത്തിൽ നിന്നൊരു കുട്ടി വന്നിരിക്കുക. ഒരു രസമുണ്ടത്. ഈ സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, കേരള ജനത എന്തുമാത്രം മുമ്പോട്ട് പോയി, എന്തുമാത്രം പഠിച്ചു, വായിച്ചു, റിസർച്ച് നടത്തി, ഇത്രയും വലിയ ജനത്തിൻ്റെ മുമ്പിലാണ് ഇതുപോലുള്ള ഇക്കിളി കഥയായിട്ട് വന്നിട്ട് ഒരു പ്രസ്ഥാനത്തെ, ഒരു വ്യക്തിയൊക്കെ നശിപ്പിച്ച് പോകുന്നത് നമ്മൾ കാണണം. ക്ലിൻ്റനെതിരെ ഒരു കേസ് വന്നു. ഞാനൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. ക്ലിൻ്റൺ, അമേരിക്കയിൽ ക്ലിൻ്റൺ പ്രസിഡൻ്റ് ആയപ്പം അദ്ദേഹം ഭയങ്കര സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റാണ്, അദ്ദേഹം പുകവലിക്കെതിരാണ്, ഇതൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വന്നത്. ടുബാക്കോ കമ്പനീസ് എന്ത് ചെയ്തു? ഏറ്റവും കുലീനമതിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവൾക്ക് കോടിക്കണക്കിന് $, കൊടുത്ത്, കാരണം അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഒരു പണി ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല. പക്ഷേ അവളെ പ്രേരിപ്പിച്ച് കോടിക്കണക്കിന് $, കൊടുത്ത് അവളെ കൊണ്ടുവന്ന് അവരുടെ സ്വാധീനം വെച്ചുകൊണ്ട് ഈ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ ജോലി കയറ്റി. അവിടെ വെച്ച് കിട്ടിയ പല സന്ദർഭങ്ങളും അവൾ സുന്ദരിയാണ്, ആരോഗ്യമുള്ള പുരുഷൻ, അംഗലാവണ്യമുള്ള പെൺകുട്ടി പ്രലോഭിപ്പിച്ച് മുമ്പോട്ട് വന്ന പലപ്പോഴും പിടിവിട്ടു പോവും. പലരുടെയും പണി അങ്ങനെ പോകുന്നുണ്ട്. എത്ര നിയന്ത്രിച്ചാലും വരുന്നവരവരുടെ ലക്ഷ്യം സാധിച്ച് പോകാൻ വേണ്ടിയുള്ള ഇതിൽ എത്രയോ ആളുകൾ, നമുക്കറിയാം സമൂഹത്തിൽ മാന്യതയുള്ള ആളുകൾ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ശ്രമിച്ചു, പക്ഷേ കേസായി. അവൾ തെളിവും സംഘടിപ്പിച്ചായിരുന്നു. പുരുഷൻ്റെ സ്രവം അവളുടെ വസ്ത്രത്തിൽ തെളിവായിട്ട് അവൾ ശേഖരിച്ചു. പക്ഷേ അമേരിക്കൻ പോലീസ് അത് പരിശോധിച്ച് വന്നപ്പം ഇവിടെ വസ്ത്രത്തിൽ പുരണ്ടിരിക്കുന്ന ആ വസ്തു അത് ഒരു സ്വാഭാവികമായി
വരേണ്ടുന്ന സ്ഥലത്തല്ല വന്നിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തി. അതിലന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് ഒരു പുരുഷൻ സ്ത്രീ ബന്ധം നടന്നിട്ടില്ല, മറിച്ച് ഇവളുടെ പ്രേരണയ്ക്ക് വഴങ്ങി അവിടെ മറ്റൊരു സംഭവമാണ്. അത് അവൾ ഇങ്ങനെ ഈ വസ്ത്രത്തിൽ തുപ്പി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കി അമേരിക്കൻ സുപ്രീം കോടതി ആ പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്തില്ല, പുറത്താക്കിയില്ല. ജനങ്ങൾ ക്ഷമിച്ചു, അദ്ദേഹം പ്രസിഡൻ്റായി ഭരിച്ചു. അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോലീസിംഗ് ഉള്ള ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോലീസിംഗ് ഉള്ള എന്തൊരു സൂപ്പർ പോലീസാണ് കേരളത്തിലുള്ളത്. അത്രയും സ്ഥലത്താണ് ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. ആ പയ്യനെ, അവൻ്റെ ആ യൗവനത്തിൽ അവനെ ആരാ ഇഷ്ടപ്പെടാത്ത? ഇതിൻ്റെ സ്മാർട്ടാണ് കാണാൻ. ആ MLA ആയി വന്ന യുവ പയ്യൻ അങ്ങനെ വരട്ടെ. ഈ 10ഉം 15ഉം പ്രാവശ്യം ഇങ്ങനെ വയസ്സന്മാരൊക്കെ കുറച്ച് പോട്ടെന്ന്, യുവാക്കൾ വരട്ടെ. യുവാക്കൾ വരുമ്പോൾ അവരുടെ, എൻ്റെ യുവത്വത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള സ്വപ്നങ്ങൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കും. എന്തെല്ലാം നമ്മൾ കാണും, സ്വപ്നം കാണും. ചിലപ്പോഴൊക്കെ ചിലതെല്ലാം കണ്ടില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. അത് വെച്ചൊരു ഒരു മിടുക്കനായ ഒരാളെ നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല. അതാരെ അതിൻ്റെ പിന്നിലാണേലും ഈ പണി നിർത്തണം. ഓരോ ഇലക്ഷൻ കഴിയുമ്പം, അടുത്ത് വരുമ്പം എവിടുന്നെങ്കിലും ഒരു ആളെ ഒന്ന് ആലോചിക്കുക. 3 വർഷമായി എനിക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമില്ലാതെ എന്നോട് പറയാണ്ടത് സൈമ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാറില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. അത് കാണാൻ ആളുള്ളവർ കാണട്ടെ, അല്ലെങ്കിൽ ഞാനങ്ങ് നിർത്തുകയല്ലേ. 7K എന്നൊക്കെ 7.2K എന്നൊക്കെ പറഞ്ഞ ചെറിയ അളവാണോ? അപ്പം ഞാൻ ആരെയും ഞാൻ എൻ്റെ പോസിറ്റീവ് ചാനല, നെഗറ്റീവ് പറയാറുമില്ല. ഞാനിങ്ങനെ അങ്ങനെ ആളെ പിടിക്കാനൊക്കെ ഒത്തിരി വഴികളുണ്ട്, PR വർക്ക് ഒത്തിരി പരിപാടിയുണ്ട്. അപ്പം ഈ പെൺകുട്ടിക്ക് 3 വർഷക്കാലം ഇവൻ്റെ മെസ്സേജൊക്കെ കിട്ടി. അവൾ ഒത്തിരി സ്വപ്നം കണ്ട് കാണാം, അവൻ വിവാഹം കഴിക്കുന്നതൊക്കെ ഓർത്ത് കാണാം, അല്ലെങ്കിൽ വലിയ തുക ഡിമാൻഡ്. അവസാനം വന്ന ആ ഒരു ഇത് നോക്കി, ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഗവൺമെൻറ് ഓഫീസർ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം പറഞ്ഞില്ലേ, ഹൂ കേഴ്സ് എന്ന് പറയാൻ കാര്യം എന്താ? അവൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, ഒന്നെങ്കിൽ എന്നെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം തരണം. അത് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ഹൂ കേഴ്സ് എന്ന് പറയുന്നത്. അത് പലതാണ്. എന്തായാലും PR വർക്ക് അത് പോലീസ് അന്വേഷിക്കട്ടെ. എന്തായാലും ഇത് അന്വേഷിക്കണം, ഇത് പൊളിക്കണം. ഇനി ഒരു ഇലക്ഷന് ഒരു പെൺകുട്ടിയും കൊണ്ട് ആരും ഇറങ്ങിത്തിരിക്കരുത്. അത് വിരലെ നുള്ളണം. 3 പ്രാവശ്യമായിട്ട് നമ്മൾ അനുഭവിക്കുക. എത്ര പാവം പിടിച്ച മനുഷ്യനാണ്. വാസം പറഞ്ഞ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനകീയ പിന്തുണയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചങ്കുറപ്പും കൊണ്ടല്ലേ ആ പെൺകുട്ടിയുടെ സ്വർണ്ണ പെടുത്തുന്നതിന് രക്ഷപ്പെട്ടു. ഒരാൾ ദിക്സാക്ഷിയായിട്ട് പറയാം, ഞാൻ അവിടെ കൊണ്ടുവച്ചു, ഇവിടെ കൊടുത്തു, ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് തെളിയണമെങ്കിൽ ആ മനുഷ്യൻ എത്രയോ നിർദോഷിയും ഒരു അത്രയും നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ ജനങ്ങൾ ഇത്ര ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം എവിടെ പോയാലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, പത്രക്കാർ അത് നോക്കി ഭാര്യയും കൊച്ചുമക്കളെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും കുടുംബത്തെ സ്നേഹിക്കുന്നവൻ, കുട്ടികളെ സ്നേഹിക്കുന്നവൻ, ഭാര്യയെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ ബഹുമാനിക്കുന്നവനെ ഒരു നാടിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പെൺകുട്ടിയോട് ഐ ലവ് യു പറയാത്ത ഏത് പയ്യനായി ലോകത്തുള്ളത്? ആരും പറയത്തില്ലേ? അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാണോ വേണ്ടത്? എന്തായാലും ആ മിടുക്കനായ അവന് സിനിമയിൽ പോലും പോകാൻ പറ്റുന്നു. എനിക്ക് അത്രയും മിടുക്ക. അവൻ്റെ പല ഫോട്ടോകളൊക്കെ ഞാനിങ്ങനെ നോക്കി നമ്മുടെ റിസർച്ചിലേക്ക് എടുത്തപ്പം അവൻ്റെ ആ സ്മാർട്ട്നെസ്, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു പുരുഷൻ സുന്ദരിയായൊരു പെൺകുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അവനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും അവനൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ല. പിന്നെ ഈ രാജ്യത്തെ, ഈ കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങളൊന്ന് വാവിട്ട് നിലവിളിച്ചാൽ പത്രക്കാർ ഓടിയെത്തുകയല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളൊരു പ്രസ് ക്ലബിൻ്റെ മുമ്പിൽ പോയി മാറത്തടിച്ചാൽ എന്നെ അവന് നശിപ്പിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഈ ലോകം മുഴുവൻ അറിയത്തില്ലേ? അറിയും. നിങ്ങൾക്ക് വനിതാ പോലീസ് മൈക്കും വെച്ച് കാറെ ചുറ്റി നടപ്പില്ലേ? എൻ്റെ പൊന്നു മാഡം, ഞാൻ ശല്യപ്പെടുത്തുന്നു ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഈ 3 വർഷം പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇത് ഒരു PR വർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകെ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ പോകരുത്. ആ പാവപ്പെട്ട പയ്യൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കരുത്. അവൻ്റെ വഴിക്ക് വിടും. അവൻ ഈ നാടിന് ഗുണവെള്ളം ചെയ്യുന്നവനാ, മിടുക്കനാ, അവൻ മിടുക്കനാ. നമുക്കറിയാം നമ്മുടെ ഇവിടെ പിടിക്കപ്പെട്ട ചില നേതാക്കന്മാരും അവരൊക്കെ MP ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അവർ ചില വിഷയത്തിൽ, ചില സന്ദർഭത്തിൽ അവർ വീണുപോയതായിരിക്കാം. പക്ഷേ അവരിന്ന് എന്ത് നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളാണെങ്കിൽ രാജിവെച്ച് പുറത്തു വന്ന്
ആ രാജിവെച്ച് ഹലോ ഗുഡ് മോർണിംഗ്. എന്നും ഒത്തിരി മീൻ കിട്ടിയല്ലോ. ഒന്ന് കാണിച്ച് എൻ്റെ പ്രേക്ഷകർക്ക് നല്ലൊന്നും വരാല് എത്ര എണ്ണം ഉണ്ട്? വേറെ ഇതിന് ഇത് എത്രയുണ്ട് തൂക്കം? എനിക്ക് തരാമോ? 5 ഇത് മതി. 3 ഇതൊരു കിലോ 1.5 കിലോ ഇല്ലേ? അതിങ്ങനെ തന്നേരെ ഒരു കൂടിയിട്ടിങ് കൊണ്ടുപോവാ. വേറെ ഒന്നും ഇല്ല, ഇത് തന്നെ വേണേ. ആ കൂടില്ലല്ലോ, കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പേര് ചേട്ടൻ്റെ സോമൻ. ഞങ്ങളൊക്കെ വലിയ ഫ്രണ്ട്സാണ്. ഞാനിവിടെ നടക്കാൻ വരുന്നവരാണ്. ഇവരൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഓക്കെ, ഞാൻ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ പേരിൽ ആ കുട്ടിയെ അതൊരു കൂടുതലിട്ടിങ്ങി അന്നേരെ അത് ഫ്രഷായിട്ട് വരാലാണ് വാങ്ങിച്ച. അപ്പം നമ്മൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാൻ നമ്മൾ മൈൻഡ് ചെയ്യരുത്. ആ പയ്യൻ മിടുക്കനാണ്, കഴിവുള്ളവനാണ്. അവനെ സിനിമാക്കാരനെ വെറുതെ വിടുന്നു ഞാൻ ഓർക്കുക. അത്ര നല്ല പയ്യനാണ് അല്ലേ? പിന്നെ ഈ പെൺകുട്ടിക്ക് എന്തെല്ലാം അവസരമാണ്. 3 വർഷം കൊണ്ടേ അവൻ ആകെപ്പാടെ മെസ്സേജ് ഇട്ടു എന്നാ അപ്പനെ ഞാനെന്ന് പറയുന്നത് അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ? നിഷേധിക്കപ്പെടുമോ? അവൾ അതൊന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ അവൻ MLA ആയി കഴിഞ്ഞപ്പം വലിയ തുകയോ വലിയ ബാർഗൈനിങ് നടത്തിയപ്പം ഈ പണി നോക്കാൻ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ഒക്കെ വായുവില പറയുന്നു. ഒന്നും തെളിവില്ല, ഒരു പരാതി പോലും ഇല്ല. എന്തായാലും പ്രിയപ്പെട്ട ആ നേതാവിൻ്റെ സുപ്പീരിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ആ പയ്യൻ്റെ രക്തത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കരുത്. ചോരയും നീരുമുള്ള ആളുകൾക്ക് ഇതെല്ലാം ഉള്ളതാണ്. നിങ്ങളുമൊക്കെ ഒരു പ്രായത്തിൽ കടന്നു. അതുകൊണ്ട് അവനെ അതിൻ്റെ പേരിൽ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അന്വേഷണം നടത്തി അവനെ തിരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരണം. യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല, ആ സംഘടനയുടെ, ഏത് സംഘടനയായാലും ആ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി ആ ചോരയ്ക്ക് വേണ്ടി നിൽക്കരുത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായ കേരളത്തിൽ അവൾ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ അവൾക്ക് രക്ഷ നേടാനുള്ള എല്ലാ അവസരവും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം അമേരിക്കയിലെ പോലെ അത്ര കുള്ളിക്കീറി പോലീസ് ചെയ്യുമെന്ന് എനിക്കില്ല, പക്ഷെ ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല. ഇത് LDFും UDFും അനുഭവിച്ച കാര്യമാണ്. UDFിൽ ഉമ്മൻചാണ്ടി സാറ് കുടിച്ച കണ്ണീരിന് ആ മനുഷ്യൻ ജനങ്ങളുടെ നടുക്ക് നിന്ന് ആ മനുഷ്യന് അസുഖം വന്ന് മരിക്കണമെങ്കിൽ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദന. KM മാണി സാറ്, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, ഇവരെല്ലാം അന്ന് അപ്പോൾ അവരെല്ലാം നിർദോഷിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടില്ലേ? പക്ഷെ അവർ ശാരീരികവും മാനസികവും അവരുടെ കുടുംബത്തിൽ അനുഭവിച്ച വ്യതയോ അതുപോലെ തന്നെ ഇപ്പോഴേ എന്തെല്ലാമായിരുന്നു. ഒരു നല്ല ഒന്നാന്തരം മിനിസ്റ്ററായിരുന്നു മുനീർ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ മന്ത്രിയാകുന്നില്ലെന്ന് പറഞ്ഞ് അവനെ ഷെഡിൽ കയറ്റിയില്ലേ? വസതി കഷ്ടമായി പോയില്ലേ? എത്ര കഴിവുള്ള കരുത്തുള്ള ഒരു യുവാവായിരുന്നു. അവനീ നാടിൻ്റെ ഒരു അഭിമാനമായിരുന്നു. അവൻ പറഞ്ഞു ഞാനിനി മത്സരിക്കത്തില്ലെന്ന് വരെ പാവം പറഞ്ഞിരിക്കാതെ അവനെ മാറ്റണം, ഈ നാടിന് നിങ്ങളെ ആവശ്യമുണ്ട്. മുനീറല്ല, സോറി, നമ്മുടെ CPMൻ്റെ ഒരു പെട്ടെന്ന് മറന്നുപോയി. മുനീർ ലീഗിൻ്റെ ആണല്ലോ. മറ്റേ നമ്മുടെ ഒരു അധ്യാപകനായിരുന്നു, മിടുക്കനായൊരു മുസ്ലിം ഉണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു. കേരള കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു, ഇപ്പം മന്ത്രിയല്ല. ഇതുപോലെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ എടുക്കേണ്ടത് അവരുടെ മൊറാലിറ്റിയാണ്. ഒരു കാര്യമുണ്ട്, ഒരു കുടുംബത്തെ സ്നേഹിക്കാത്ത, കുട്ടികളെ സ്നേഹിക്കാത്ത, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരുവനും നാടിനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇവരെല്ലാം അതെല്ലാം തെളിയിച്ചിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രിയപ്പെട്ട പത്രപ്രവർത്തകർ, നിങ്ങളുമൊക്കെ എവിടെയും എന്തെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. ദയവായിട്ട് ആ പയ്യനെ വെറുതെ വിടണം. അതുപോലെ മനസാക്ഷി, കേരള മനസാക്ഷി അവനോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ നല്ല തിന്മയും നന്മയൊക്കെ പറയും. അപ്പം അതുകൊണ്ട് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുകയോ അപ്ഗ്രേഡ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ സ്വതന്ത്രമായി സംസാരിക്കുന്ന ഒരു സ്വതന്ത്ര വീക്ഷണമുള്ള ആളാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.